ഞായറാഴ്ച രാവിലെ തന്നെ നമ്മൾ ഇസഹാക്ക് പള്ളിയിൽ പോകാനുള്ള ഒരുക്കത്തിലാണ്. എന്നതാണ് ചെറുക്ക, ഇന്ന് രാവിലെ തന്നെ നീ അണിഞ്ഞൊരുങ്ങിയത് എങ്ങോട്ടാ? ഇവിടെ നിങ്ങൾക്കെല്ലാവർക്കും അല്ലേ വലിയ പ്രശ്നം, ഞാൻ പള്ളിയിൽ പോകുന്നില്ല, ദൈവഭയം പോയി എന്നൊക്കെ. എന്നാ പിന്നെ പള്ളി വരെ ഒന്ന് പോയി തല കാണിച്ചിട്ട് വരാമെന്ന് വെച്ചു. എന്റെ കർത്താവേ, കാക്ക വല്ലതും മലർന്നു പറക്കുന്നുണ്ടോ എന്നൊന്ന് നോക്കി തിരിച്ചായ. അകത്ത് നിന്ന് ഇസഹാക്കിന്റെ വാക്കും കേട്ട് വന്ന അമ്മച്ചി അത് പറയുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരുടെ മുഖത്ത് ഒരുപോലെ ചിരി തന്നെ ആയിരുന്നു. മനുഷ്യനൊന്ന് നന്നാവെന്ന് വെച്ചപ്പോൾ എല്ലാവർക്കും പുച്ഛം. എന്റെ പൊന്നു മക്കളെ, നിന്നെ കളിയാക്കിയതൊന്നുമല്ല, വർഷം കുറയായിട്ട് നിന്റെ പുറകെ ആവും വിധം എല്ലാവരും പറയുന്നതാണ് പള്ളിയിലൊന്ന് പോടാന്ന്. എന്തിനേറെ പെരുന്നാളിനെങ്കിലും പള്ളിയിൽ പോകാൻ പറഞ്ഞിട്ട് നീ കേട്ടിട്ടുണ്ടോ? എന്നാ പറയാന്, ദൈവവിളി ചിലപ്പോ ഇപ്പോഴായിരിക്കും എനിക്കുണ്ടായത്. അങ്ങനെയാണെങ്കിൽ ദൈവവിളി കളയണ്ട എന്റെ പൊന്നുമോൻ, വേഗം പള്ളിയിലേക്ക് അങ്ങ് പോകാൻ നോക്ക്. പറ്റുവാണെങ്കിൽ ഒന്ന് കുമ്പസരിക്കുന്നത് കൂടി നല്ലതായിരിക്കും. എന്നത്തിന് എന്റെ അമ്മച്ചി വെറുതെ എന്നെ ഇങ്ങനെ ചൊറിയുന്നത്? ഞാൻ എന്തായാലും പള്ളി വരെ ഒന്ന് പോകാന്നല്ലേ പറഞ്ഞേ, അല്ലാതെ. മതി അമ്മയുടെ മോന്റെ തർക്കം. നിനക്ക് പള്ളിയിൽ പോകണമെങ്കിൽ പോകാൻ നോക്കട്ടെ ചെറുക്ക. എന്നാ ശരി, വന്നിട്ട് കാണാം. അത് പറഞ്ഞുകൊണ്ട് അവൻ ബൈക്കിന്റെ ഗീയും കറക്കിക്കൊണ്ട് വെളിയിലേക്ക് ഇറങ്ങി. അവൻ പോകുന്നത് നോക്കി അമ്മച്ചി അറിയാതെ കർത്താവിനെ ഒന്ന് വിളിച്ചുപോയി. എന്റെ കർത്താവെ, ആണായിട്ടും പെണ്ണായിട്ടും ആ ഒരെണ്ണമേ ഉള്ളൂ. ഇത്രയും നാളത്തെ ആദി പള്ളിയിൽ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു. ഇന്നെന്താണെങ്കിലും അതിനൊരു തീരുമാനമായി. ഇതെന്നും അങ്ങ് കണ്ടേച്ചാൽ മതിയായിരുന്നു. ഇനി എല്ലാം ശരിയാകുമ്പടി കൊച്ചേ, ഞാൻ പലതും തീരുമാനിച്ചിട്ടൊക്കെ ഉണ്ട്. അവൻ എന്താണെങ്കിലും പള്ളി പോയിട്ട് വരട്ടെ. പാലമുറ്റത്തെ കറിയാച്ചിരെ നിനക്കറിയില്ലേ മാത്യു? അറിയാം. എന്നതാ അപ്പച്ച കാര്യമൊക്കെ കുറച്ച് സന്തോഷമുള്ളതാണടാ. ഇന്നലെ രാത്രി കറിയച്ചൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പന്റെ സന്തോഷം കണ്ടപ്പോ തന്നെ മാത്യുവിനും അയാളുടെ ഭാര്യയ്ക്കും എല്ലാം എന്തോ ഒരു നല്ല കാര്യത്തിനാണെന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവർ ആകാംക്ഷയോടെ അപ്പനെ തന്നെ നോക്കിയിരുന്നു. അവർക്കൊരാലോചന, നമ്മുടെ ഇസഹാക്കിന് അവരുടെ പെങ്കൊച്ചു ജുവാനയ്ക്ക് വേണ്ടി ആലോചിച്ചാലോ എന്ന്. അപ്പനെ പറഞ്ഞു വരുന്നത് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ പള്ളിയിൽ പോയപ്പോൾ കൊയറിൽ പാടിയ ആ പെങ്കൊച്ചിന്റെ കാര്യമല്ലേ? അത് തന്നെയാണടി കൊച്ചേ. ഇവൻ പഠിപ്പിക്കുന്ന കോളേജിൽ തന്നെയാ ആ പെങ്കുച്ചു പഠിക്കുന്നത്. സെക്കൻഡ് ഇയർ മാത്സോ മറ്റോ ആണ്. കോളേജ് വെച്ച് ഇവന് കണ്ടപ്പോൾ ആ പെങ്കൊച്ചിന് അങ്ങോട്ട് അസ്ഥിക്ക് പിടിച്ചു എന്നൊക്കെയാണ് പറഞ്ഞത്. എന്റെ തമ്പുരാനെ, ഞാൻ എന്തായി കേൾക്കുന്നത്? ഇവന്റെ ഈ മുരട സ്വഭാവത്തിന് ഒരു പെണ്ണിനെ കിട്ടുമോ എന്ന് തന്നെ സംശയമായിരുന്നു. ഇങ്ങോട്ടൊരു പെങ്കൊച്ച് ഇവന് ഇഷ്ടമാണെന്ന് പറഞ്ഞു വന്നേക്കുന്നു. ഒന്ന് പോയടാ മാത്യു, എന്റെ ചെക്കൻ എന്നാടാ ഒരു കുഴപ്പം? അവന്റെ എടുപ്പും നിൽപ്പും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഏത് പെണ്ണിനാടാ അവന് പിടിക്കാത്തത്? അപ്പന് മാത്രമേ കൊച്ചുമകൻ ഇങ്ങനെ പൊക്കി പിടിച്ചോണ്ട് നടക്കാൻ പറ്റത്തുള്ളൂ. എന്തൊരു തലക്കാരമാണ് ചെക്കന്. ആരോടെങ്കിലും അവൻ മര്യാദയ്ക്ക് മിണ്ടുന്നത് അപ്പൻ കണ്ടിട്ടുണ്ടോ? ദേ മനുഷ്യ, ചുമ്മാ എന്റെ ചെറുക്കനെ ഓരോന്ന് പറഞ്ഞാലുണ്ടല്ലോ. നിങ്ങളെ ഭാര്യ ഭർത്താവും തമ്മിൽ എന്താണെന്ന് വെച്ച് തമ്മിൽ തല്ലി അങ്ങ് തീർക്ക്. ഞാൻ എന്താണെങ്കിലും അവർക്ക് വാക്ക് കൊടുത്തു, ഇന്ന് വൈകുന്നേരം നമ്മൾ അങ്ങോട്ട് ചെല്ലുമെന്ന്. കോട്ടയം കുടമാളൂർ ഫെറാന പള്ളിയുടെ കവാടത്തിലേക്ക് ഇസഹാക്ക് തന്റെ ബൈക്ക് ഓടിച്ച് കയറ്റി നിർത്തി. വണ്ടി ഓഫാക്കിയപ്പോൾ തന്നെ പള്ളിയിൽ നിന്നുള്ള പ്രാർത്ഥനാ ഗീതങ്ങൾ പുറത്തേക്ക് ഒഴുകുന്നുണ്ടായിരുന്നു. ആ പാട്ട് കേട്ടപ്പോൾ അവന്റെ ചുണ്ടിൽ ചെറിയൊരു പുഞ്ചിരി വിരിഞ്ഞു. അവൻ ബൈക്കിൽ നിന്നിറങ്ങി സൈഡ് മിററിലൂടെ നോക്കി കൈകൊണ്ട് മുടി ഒന്നും കൂടി ഒതുക്കി ചീകി. അവിടെ നിന്ന് പഴയ പള്ളിയുടെ ഭാഗത്തേക്ക് നടക്കുമ്പോൾ അവന്റെ മനസ്സിലേക്ക് പഴയകാല ഓർമ്മകൾ ഓരോന്നെ കടന്നു വന്നു. കുട്ടിക്കാലത്തെ ദുഃഖവെള്ളി ദിനങ്ങളും പള്ളിയിലെ പ്രശസ്തമായ നീന്തു നേർച്ചയും, അങ്ങനെ ഒട്ടനവധി ഓർമ്മകൾ. പള്ളിയുടെ അരികിലേക്ക് എത്തുമ്പോഴേക്കും കുർബാനയിൽ പങ്കെടുക്കാൻ എത്തിയ ആളുകളുടെ വലിയൊരു കൂട്ടം തന്നെയായിരുന്നു അവൻ അവിടെ കണ്ടത്. ഇസഹാക്ക് പള്ളിക്കകത്തേക്ക് കയറിയ ഉടനെ തന്നെ അവന്റെ കണ്ണുകൾ ചെന്ന് നിന്നത് കോർ ഗ്രൂപ്പിൽ പാടിക്കൊണ്ടിരിക്കുന്ന മിലാനയിലായിരുന്നു. കോളേജിൽ താൻ ദിവസവും കാണാറുള്ള ആ പഴയ കുറുമ്പുകാരിയും തന്തേടിയുമായ മിലാനെ അല്ലായിരുന്നു അവിടെ കണ്ടത്. അവളുടെ വേഷത്തിലെ ഭാവത്തിനുമെല്ലാം വലിയ മാറ്റങ്ങൾ വന്നതുപോലെ അവന് തോന്നി. ഒരു വെള്ള അനാർക്കലി ചുരിദാറായിരുന്നു അവളുടെ വേഷം. കോളേജ് ക്യാമ്പസിൽ വെച്ച് തന്റെ 10 തലമുറ വരെ ചീത്ത വിളിച്ച് പറയുന്ന ആ പഴയ ശബ്ദമേ അല്ലായിരുന്നു അത്. ഇപ്പൊ പള്ളിയിൽ നിന്ന് ഒഴുകി വരുന്ന അവളുടെ ആ ശബ്ദം കേൾക്കാൻ തന്നെ നല്ല ഇമ്പമുണ്ടായിരുന്നു. അത് അവന്റെ കാതുകളിൽ വലിയൊരു കുളിർമ തന്നെയാണ് നൽകിയത്. അവൾ ആ വരികൾ പാടിക്കൊണ്ട് ചുറ്റും നോക്കുമ്പോഴാണ് തന്നെ നോക്കി നിൽക്കുന്ന ഇസഹാക്കിനെ കണ്ടത്. ആ നിമിഷം അവളുടെ കണ്ണുകൾ അവനിൽ ചെന്ന് തറച്ചു. പാട്ടിൽ നിന്ന് ശ്രദ്ധ തിരിയാതെ തന്നെ അവൾ തന്റെ കണ്ണുകൾ കൊണ്ട് അവനോട് എന്തോ ഒരു കാര്യം പറയാൻ ശ്രമിച്ചു. ആ നോട്ടത്തിന്റെ അർത്ഥം പൂർണ്ണമായി മനസ്സിലായി എന്ന ഭാവത്തിൽ ഇസഹാക്ക് അവൾക്ക് നേരെ ചെറുതായി തലയാട്ടി കാണിച്ചു. എന്റെ ജുവ, നീ കാണുന്നതൊക്കെ വാരി മോന്തൽ തേക്കാതെ. എന്റെ അമ്മച്ചി ആകെ ഒരു ടെൻഷനാണ്. എങ്ങാനും ഇച്ചായൻ എന്നെ ഇഷ്ടമല്ലെങ്കിലോ, അതാണ് ഞാൻ.
എന്റെ ജോക്കൊച്ചിനെ കണ്ടാൽ ആർക്കാണ് ഇഷ്ടാകാതിരിക്കുന്നത്? നീ എന്റെ പൊന്നുമോളല്ലേ. അമ്മച്ചിനെ വെറുതെ കളിയാക്കണ്ട, എനിക്കറിയാം നിനക്കൊന്നും അറിയില്ല. തൽക്കാലം ഈ ടെൻഷനൊക്കെ കളഞ്ഞിട്ട് ഹാപ്പി ആയിരിക്കാൻ നോക്ക്. അപ്പോഴാണ് അവരുടെ വീട്ടിലേക്ക് എല്ലാരും വന്നത്. എന്റെ ജോമോനെ, ഇപ്പോഴാണ് ഡൊവേ നിനക്ക് ഇങ്ങോട്ടൊക്കെ വരാനുള്ള വണ്ടി കിട്ടിയത്? എന്റെ കുഞ്ഞാന്റി, ഈ നത്തുമോൻ കാരണമാണ് എല്ലാരും വരാൻ താമസിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ജോമോൻ ജിത്തിന്റെ മുതുകിൽ ഒന്ന് കൊടുത്തു. പിന്നങ്ങോട്ട് ജുവാനയുടെ വീട്ടിൽ മറ്റൊരു വലിയ ബഹളവും ഒരുക്കങ്ങളും നടക്കുകയായിരുന്നു. വൈകുന്നേരം നടക്കാൻ പോകുന്ന അവളുടെ പെണ്ണ് കാണാനുള്ള തിരക്കിലായിരുന്നു എല്ലാവരും. കല്ലുങ്കത്ര എന്ന വലിയ തറവാട്ടിലെ കറയച്ചന്റെ ഒരേ ഒരു കൊച്ചുമോളാണ് ജുവാന. അതുകൊണ്ട് തന്നെ കുഞ്ഞിപ്പെങ്ങളെ കാണാൻ വരുന്ന ചെക്കനെ വിലയിരുത്താൻ അവളുടെ ആങ്ങളമാരെല്ലാവരും നേരത്തെ തന്നെ തറവാട്ടിൽ എത്തിയിട്ടുണ്ട്. ആങ്ങളമാരും അപ്പന്മാരും കൂടി വീടും പരിസരമെല്ലാം വൃത്തിയാക്കുന്നതിന്റെയും അലങ്കരിക്കുന്നതിന്റെ തിരക്കിലാണ്. അതേസമയം അടുക്കള ഭാഗത്ത് അമ്മച്ചിയും ആന്റിമാരും കൂടി ചായക്കൊപ്പം വിളമ്പാനുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കുന്ന തിരക്കിലാണ്. അവിടുന്ന് പലഹാരങ്ങളുടെ നല്ല ഒന്നാം തരം മണം വീട് മുഴുവൻ പരക്കുന്നുണ്ടായിരുന്നു. ഈ തിരക്കുകൾക്കിടയിൽ ഒന്നും പെടാതെ ജുവാനയുടെ കൂടെ മാത്രമായി അവളുടെ ആങ്ങളമാരുടെ കുട്ടിപ്പട്ടാളം മുഴുവൻ തമ്പടിച്ചിട്ടുണ്ട്. വീടാകെ ഇത്രയും ബഹളം നടന്നിട്ടും ആ വലിയ തറവാട്ട് വീട്ടിന്റെ ഉള്ളറകളിൽ അപ്പോഴും അനിയത്തിപ്രാവ് സിനിമയിലെ മനോഹരമായ പാട്ടുകൾ പശ്ചാത്തലത്തിൽ ഒഴുകി നടക്കുന്നുണ്ടായിരുന്നു. അതിനനുസരിച്ച് പിള്ളേർ സെറ്റ് ഡാൻസ് ആണ്. അനിയത്തിപ്രാവിലെ പാട്ട് പശ്ചാത്തലത്തിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ജുവാനെ ഒരുക്കാൻ സഹായിക്കാനായി ജിത്തുവിന്റെ ഭാര്യ സാന്ദ്ര അവളുടെ മുറിയിലേക്ക് വന്നു. കണ്ണാടിയുടെ മുന്നിലിരുന്ന് ജുവാന തന്റെ കമ്മലുകൾ ശരിയാക്കുമ്പോൾ അവളുടെ കൈകൾ ചെറുതായി വിറയ്ക്കുന്നുണ്ടായിരുന്നു. സാന്ദ്ര പുറകിലൂടെ വന്ന് അവളുടെ തോളിൽ കൈവച്ചു. എന്താടി കല്ലുങ്കത്തിലെ കുഞ്ഞിപ്പെണ്ണ്, ചെക്കൻ വരാൻ നേരമായിട്ടും നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാൻ? നെഞ്ചിടിപ്പ് ഇവിടെ വരെ കേൾക്കാമല്ലോ, സാന്ദ്ര ചിരിച്ചുകൊണ്ട് ചോദിച്ചു. പിന്നെ ടെൻഷൻ അടിക്കാതിരിക്കാൻ പറ്റുമോ സാന്ദ്രേച്ചി? വരുന്നത് ആരാണെന്ന് ചേച്ചിക്ക് അറിയാലോ അല്ലേ? ജുവാന കണ്ണാടിയിലൂടെ സാന്ദ്രയെ നോക്കി ചോദിച്ചു. ഹാ, ഇസഹാക്ക് എന്നല്ല പേര് പറഞ്ഞത്. കോളേജ് ലെക്ചർ ആണെന്ന് അപ്പാപ്പൻ പറഞ്ഞത് കേട്ടു, സാന്ദ്ര പറഞ്ഞു. വെറും ഒരു ലെക്ചർ അല്ല ചേച്ചി, എന്നെ പഠിപ്പിക്കുന്ന സാറാണ്, എന്റെ സ്വന്തം ഇസഹാക്ക് സാർ, ജുവാന വിരലുകൾ കോർത്തു പിടിച്ചുകൊണ്ട് പറഞ്ഞു. കോളേജ് ജീൻസും ടോപ്പും ഇട്ട് ഒച്ചയും ബഹളം ഉണ്ടാക്കി നടക്കുന്ന എന്നെ മാത്രമേ പുള്ളി കണ്ടിട്ടുള്ളൂ. അവിടെ മൂപ്പര് ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. ക്ലാസ്സിലേക്ക് വന്നാൽ ഒരൊറ്റ പിള്ളേരും മിണ്ടില്ല. പക്ഷെ കാണാൻ നല്ല ലുക്കാ. കോളേജിൽ പകുതി പെമ്പിള്ളാരുടെ കൃഷിയാണ് പുള്ളി. എപ്പോഴും ആ പരിക്കൻ ഭാവമാണെങ്കിലും സംസാരിക്കുമ്പോൾ ഒരു പ്രത്യേക ഗാംഭീര്യമാണ്. ആഹാ, അപ്പൊ നിന്റെ പ്രൊഫസർ തന്നെയാണ് നിന്നെ പെണ്ണ് കാണാൻ വരുന്നത്? എന്നിട്ട് സാറിന് അറിയാവോ വരുന്നത് നിന്റെ വീട്ടിലേക്കാണെന്ന്? സാന്ദ്ര കൗതുകത്തോടെ ചോദിച്ചു. അറിയില്ലെന്ന് തോന്നുന്നു ചേച്ചി, ഫോട്ടോ ഒന്നും പരസ്പരം കൈമാറിയിട്ടില്ല. വീട്ടുകാർ വഴി ആലോചിക്കുന്നതല്ലേ. കോളേജിൽ വെച്ച് എന്നെ കാണുമ്പോൾ സാറിന് സാധാരണ ഭാവമാണ്. ഇന്ന് ഈ സാരിയൊക്കെ കൊടുത്ത് ചായയും കൊണ്ട് സാറിന്റെ മുന്നിലേക്ക് ചെല്ലുമ്പോൾ പുള്ളിയുടെ കണ്ണ് തെള്ളുന്നത് കാണാൻ എനിക്കിപ്പോഴേ കൊതിയാകുന്നുണ്ട്. പക്ഷേ അതോർക്കുമ്പോൾ ഒരു പേടിയും തോന്നുന്നു. ജുവാന ജനലിലൂടെ പുറത്തേക്ക് നോക്കി ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞു. തന്റെ കോളേജിലെ ആ ഗൗരവക്കാരനായ ക്രഷ് കുറച്ചു കഴിഞ്ഞ് തന്റെ പെണ്ണ് കാണാൻ ഈ വീട്ടിലേക്ക് കയറി വരുമെന്ന ചിന്ത ജുവാനയിൽ ഒരേ സമയം ഭയവും വലിയൊരു സന്തോഷം നിറയ്ക്കുന്നുണ്ടായിരുന്നു. കുർബാന കഴിഞ്ഞ ആളുകൾ ഓരോരുത്തരായി പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി തുടങ്ങിയിരുന്നു. അതിൽ കുറച്ചുപേർ തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ഓർമ്മയ്ക്ക് മുന്നിൽ പ്രാർത്ഥിക്കാനായി സെമിത്തേരിയുടെ ഭാഗത്തേക്ക് നടന്നു. അവർ കല്ലറയ്ക്ക് മുന്നിൽ മെഴുകുതിരികൾ തെളിയിക്കുകയും ചുവന്ന റോസാപ്പൂകൾ സമർപ്പിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഇസഹാക്ക് സെമിത്തേരിക്ക് അരികിലായി മാറി നിൽക്കുകയായിരുന്നു. അങ്ങോട്ടേക്കാണ് പള്ളിപ്പടികൾ ഇറങ്ങി മിലാന നടന്നു വന്നത്. വെള്ള അനാർക്കയിലെ ചുരിദാറിന്റെ അറ്റം കാറ്റിൽ ചെറുതായി ഉലയുന്നുണ്ടായിരുന്നു. ചുറ്റും ആളുകളുടെ ഒച്ചയും ബഹളവും മെഴുകുതിരികളുടെ ചെറിയ വെട്ടവും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇസഹാക്കിന്റെ ശ്രദ്ധ മുഴുവൻ തന്റെ നേർക്ക് നടന്നു വരുന്ന മിലിയിലായിരുന്നു. യാതൊരു പരിചയമില്ലാത്ത രണ്ട് അപരിചിതരെ പോലെ അവൾ തന്റെ തോളിൽ കിടന്ന ബാഗിൽ നിന്ന് ഒരു ഡയറി എടുത്ത് അവന്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. ചുറ്റും ആളുകൾ നടന്നു പോകുന്നത് കൊണ്ടാകാം അവളുടെ മുഖത്ത് ഒരു ഗൗരവഭാവം ഉണ്ടായിരുന്നു. ആ കല്ലറകൾക്ക് മുകളിൽ കത്തിച്ചിരുന്ന മെഴുകുതിരികളുടെ വെളിച്ചത്തിൽ ആ ഡയറി അവളിൽ നിന്ന് വാങ്ങുമ്പോൾ ഇസഹാക്ക് ഒരു നിമിഷം അവളെ തന്നെ നോക്കി നിന്നു. അവൻ ആ ഡയറിയിലേക്ക് നോക്കിക്കൊണ്ട് ഒന്ന് മൂളി. ഒരു ടാക്സ് എങ്കിലും പറയാം. എന്തിന്? അവളെ പുച്ഛിച്ചുകൊണ്ടായിരുന്നു അവൻ അത് ചോദിച്ചത്. തന്നെയൊക്കെ സഹായിക്കാൻ വന്ന എന്നെ വേണം പറയാൻ. നിന്റെയൊക്കെ സഹായം അതിന്റെ ആവശ്യം എന്താണെന്നും കാര്യം എന്താണെന്നും പൊന്നുമോക്ക് നല്ല ഓർമ്മയുണ്ടല്ലോ അല്ലേ? നിഹാൻ എന്റെ ആരുമല്ല. ആ ഓർമ്മ ഉണ്ടായാൽ മതി മോൾക്ക്. അവൾ തിരികെ ഒന്നും പറയാതെ ഒരപരിചിതയെ പോലെ പള്ളിമുറ്റത്തെ ആൾക്കൂട്ടങ്ങളിലേക്ക് നടന്നു നീങ്ങി. ഇസഹാക്ക് തന്റെ കയ്യിലിരുന്ന ആ ഡയറിയിലേക്ക് നോക്കി അവിടെ തന്നെ നിന്നു. റാഹേൽ! ആ
അവന്റെ ശബ്ദം അവിടെ ഉയർന്നു. ഇനി ഈ കാലമാടൻ എന്താണാവോ എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവൾ തിരിഞ്ഞ് അവനെ നോക്കി. പിന്നെ അവന്റെ അരികിലേക്ക് നടന്നു. എന്താ? വേറെ എങ്ങോട്ടോ നോക്കിക്കൊണ്ടായിരുന്നു അവന്റെ ചോദ്യം.